എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. നേരെ നമുക്ക് വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ശ്രുതിനെ അവസാനം ലക്ഷ്മിയമ്മ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. മോളെ, ഇനി നീ ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നീ വീട്ടിലേക്ക് തിരികെ പോകണം. കാരണം ശ്രുതി ചെയ്തതിനേക്കാളും വലിയ തെറ്റാ നീ ചെയ്തിരിക്കുന്നേ. നിനക്കൊരു കുഞ്ഞുണ്ട്, നീ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. ആദ്യം നിന്റെ കല്യാണം കഴിഞ്ഞതാന്നൊക്കെയുള്ള കാര്യം ശ്രുതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പൊ അത്രയും വലിയ തെറ്റൊന്നും അവൻ ചെയ്തില്ലല്ലോ. അവൻ പാർക്കിൽ പോയിരുന്ന ജോലി ഇല്ലെന്നും പറഞ്ഞോണ്ട്. പക്ഷെ അതിനിപ്പോ വലിയ ഇഷ്യൂ ആക്കി നീ എടുക്കണ്ട. കാരണം നാളെ നിനക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്നോടൊപ്പം നിൽക്കണമെങ്കിൽ നീ ഇപ്പൊ വീട്ടിലേക്ക് തിരികെ പോയാൽ മതിയാവുള്ളൂന്നൊക്കെ പറയണം. അവസാനം ശ്രുതിനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി വിമല വീട്ടിലേക്ക് തിരികെ പറഞ്ഞു വിടുവാണ്. ഈ സമയം കുറെ ദൂരം ശ്രുതിനെ അന്വേഷിച്ച് പോയിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇനി ഇപ്പൊ എന്ത് ചെയ്യും എന്നൊരു അവസ്ഥയായിരുന്നു രേവതിയുടെയും ശ്രുതിയുടെയും സച്ചിയുടെ എല്ലാവരുടെയും മനസ്സിൽ. അവസാനം സച്ചി പറഞ്ഞു, എടാ ശ്രുതി, ദേ ഇനി നിന്നെ നോക്കാനായിട്ട് ഇവിടെ നിന്റെ ഭാര്യനെ നോക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ഇപ്പൊ തന്നെ വിമലാന്റിയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു. അവർക്കാണെങ്കിൽ ദേ നിന്റെ ഭാര്യനെ ഇവിടെ കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരാളെ ഈ ഭാഗത്ത് പോലും കണ്ടിട്ടില്ലെന്നാ പറയണേ. അപ്പൊ പിന്നെ ഇനി ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. എവിടെ പോയി അന്വേഷിക്കാനാ? ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അവള് വരുവാണ വീട്ടിലേക്ക് വരട്ടെ, ഇനി തിരികെ പോവാന്ന് പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടി ഒന്ന് അന്വേഷിച്ചാലോ. പോയി എവിടെ അന്വേഷിക്കാനാ? അന്വേഷിക്കാൻ പറ്റുന്നതിന് മാക്സിമം അന്വേഷിച്ചില്ലേ? അല്ലെങ്കിലും ഇവന് പെണ്ണുങ്ങൾ വാഴില്ലെന്ന് തോന്നേ. ആദ്യം ഒരുത്തി പറ്റിച്ചിട്ട് പോയി, രണ്ടാമതാണ്ട് ഇങ്ങനെ. എടാ, ഇതിനേക്കാളും നീ ഒരു കാര്യം ചെയ്യാം. ഒരു മാലയൊക്കെ മേടിച്ച് മറ്റേ കാവ്യവസ്ത്രവും അതൊക്കെ ഇട്ട് നീ ഒരു കാര്യം ചെയ്യും, കാശിക്ക് പോ. അതായിരിക്കും നിനക്ക് പറ്റിയ. കാരണം അല്ല, നിന്നെ കൊണ്ടൊന്നും ഒരു കാരണവശാലും ഒരു കുടുംബജീവിതം നയിക്കാനൊന്നും പറ്റത്തില്ല. കാശിക്ക് പോയി വല്ല സന്യാസ വേഷമൊക്കെ ധരിച്ച് അവിടെ പോയിരിക്കുക, അതാ നിനക്ക് പറ്റിയത്. പാർക്കിൽ പോയിരിക്കുന്നേക്കാളും ഭേദമാ. അതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, എന്താണ് പൈസയെങ്കിലും കിട്ടുമെന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ശ്രുതി പറഞ്ഞു, സച്ചി, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഓഹോ, അല്ല നീ പാർക്കിൽ പോയി വെറുതെ ഇങ്ങനെ സുള്ളിയിരിക്കണ സമയത്ത്, കടലാൻ കുറിച്ചിരിക്കണ സമയത്ത് നിനക്ക് ഇത്ര ടെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. വീട്ടിലുള്ളവരെല്ലാരെയും ചതിച്ച് പിന്നെ സ്വന്തം ഭാര്യനെ പോലും വഞ്ചിച്ചിട്ടല്ലേ നീ അവിടെ പോയിക്കൊണ്ടിരുന്നേ. എന്നിട്ടോ അപ്പോഴും നിനക്ക് ഇത്രയില്ലാത്ത ചൂടും കാര്യങ്ങളും ഇപ്പൊ നിനക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടായെന്ന് ചോദിക്കാം. ഭാര്യ സത്യങ്ങളൊക്കെ അറിഞ്ഞ് പണങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാണോ നിനക്ക് കുടുംബത്തോടും ഭാര്യയോടുള്ള സ്നേഹം അങ്ങോട്ട് കൂടിയെന്ന് ചോദിക്കുക. എടാ, ഇതൊക്കെ ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല, നേരത്തെ നോക്കേണ്ട കാര്യങ്ങളായിരുന്നു. നമ്മൾ ഓരോന്ന് കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നതിന് മുമ്പ് ചിന്തിക്കണം. അല്ലെങ്കിൽ എടാ, ഒരു ദിവസം 2 ദിവസം കുഴപ്പമില്ല, 3-4 മാസം ഭാര്യനെ പറ്റിച്ച് ജീവിക്കാന്ന് പറഞ്ഞാല് അത് നടക്കുന്ന കാര്യമാണോ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നല്ലേ പറയണേ. നിനക്കത് അറിയാൻ മേലേന്ന് ചോദിക്കുകയാണ്. നീ ഒരു രുദ്രാക്ഷമാലയൊക്കെ മേടിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ നോക്ക്, അതാ നിനക്ക് പറ്റുന്നത്. വാ രേവതി, നമുക്ക് പാന്ന് പറയണം. രേവതി പറഞ്ഞ്, കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് നീ കയറുന്നുണ്ടോന്ന് ചോദിക്കാം. അവസാനം സുധിയോട് പറഞ്ഞു, കയറുന്നുണ്ടേ കയറ്, അല്ല ഞങ്ങൾ പോവാ വീട്ടിലേക്കെന്ന് പറയാം. അവള് വരുവാണേ വന്നോളും, കുറച്ച് കഴിയുമ്പോൾ അവള് വന്നോളും എന്ന് പറയാണ്. അങ്ങനെ അവര് വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. ഇങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ അവർ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതിയെ കണ്ടതും ശ്രുതി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണം. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ, ഞങ്ങൾ കുറെ അന്വേഷിച്ചു, പക്ഷെ ശ്രുതിനെ ഒരിടത്തും കണ്ടു കിട്ടിയില്ലെന്ന് പറയണേ. എല്ലാം ഇവൻ കാരണം, ഈ സച്ചി ഒറ്റത്തും കാണാം, അവൻ കാണാൻ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രമതി, എടാ അത് വേണ്ടമ്മേ, അമ്മ ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം, എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ലേ. ദേ ഇവന് അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ആ പാർക്ക് ഞാൻ ഇരിക്കുന്ന വീഡിയോ കാണിച്ചില്ലായിരുന്നെങ്കിൽ ശ്രുതി ഇവിടുന്ന് പിണങ്ങി പോവായിരുന്നോ? അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അവള് പോയതല്ലേ. എല്ലാത്തിനും കാരണം ഇവനാ. എന്റെ ഭാര്യ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ കിടന്ന് തുള്ളുവാണ്. അങ്ങോട്ട് സച്ചി വന്നിട്ട് പറഞ്ഞു, എടാ നീ വല്ലയിടത്തും പോയി വായ നോക്കിയിരുന്നേന് എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? എടാ, ഇതൊക്കെ നീ നേരത്തെ നോക്കണായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഞാനാണ് കുറ്റക്കാരൻ പോലും. അപ്പോഴേക്കും രവി തന്നെ അങ്ങോട്ട് വന്നു. പറയച്ചാ, ഞാനാണോ കുറ്റക്കാരൻ? ഇവന്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലേ ഇവന്റെ ഭാര്യ പണങ്ങിപ്പോയത്. ഇവനാണെങ്കിലോ വലിയ പഠിപ്പുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ എന്താ ചെയ്തോണ്ടിരുന്നേ? പാർക്കിൽ പോയി കടലാൻ കുറിച്ചോണ്ടിരുന്നു. ഉള്ള സമയത്ത് എന്തേലും ജോലി നോക്കി വീട്ടിലേക്ക് വരാനുള്ളതിന് അതിന് പകരം വെറുതെ പോയി വായി നോക്കി ഇരുന്നിട്ട് വന്നു. അതിനും ഇപ്പൊ കുറ്റം എന്റെ തലയില. ഈ കുടുംബത്തിൽ ആരെന്ത് തെറ്റ് ചെയ്താലും എനിക്കാണല്ലോ കുറ്റം കിട്ടുന്നത്. പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപഭാരം എല്ലാം ഏറ്റുവാങ്ങുന്ന ആള് ഞാനാണല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടിച്ചപ്പോ രവീന്ദ്രൻ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. രണ്ടുപേരും കൂടെ വന്നപ്പോഴേ തുടങ്ങിയോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? ഇവനെ ഇവന്റെ ഭാര്യനെ പറഞ്ഞാൽ മതി. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞാലേ രണ്ടുപേരും കൂടെ. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കും അകത്തേക്ക്
അകത്തുനിന്ന് ശ്രുതി അങ്ങോട്ട് പാഞ്ഞു വരണം, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. എല്ലാവരും എന്ന് പറഞ്ഞാൽ രേവതിയും സച്ചിയും ശ്രുതി അവർക്കറിയില്ലായിരുന്നു ശ്രുതി വീട്ടിലേക്ക് വന്ന കാര്യം. പെട്ടെന്ന് ശ്രുതി ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ശ്രുതി നീയോ? നീ ഇതെപ്പോ വന്നു? ചന്ദ്രമതി പറഞ്ഞു, അവൾ കുറച്ചു നേരം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, അത് നിന്നോടൊന്ന് പറയാനായിട്ട് നീ എനിക്കൊരു സമാധാനം തന്നോന്ന് ചോദിക്കാണ്. ശ്രുതിനെ കണ്ട് ഓടിച്ചെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കാൻ തുടങ്ങുകയാണ് ശ്രുതി. പെട്ടെന്ന് ശ്രുതി അങ്ങോട്ട് തള്ളി മാറ്റി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്കും പ്രശ്നമൊന്നും വേണ്ട, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പം സച്ചു പറഞ്ഞു, ഓഹോ അകത്ത് വന്ന് കയറി ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ പോക്കെല്ലാം പോയതല്ലേ? അല്ല എനിക്കിത് തന്നെ വേണം, വണ്ടി അത് പെട്രോള് കഴിച്ച ഇത്രയും ദൂരം നിന്നെയൊക്കെ തപ്പി നടന്ന് എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനെന്ന് പറയണം. എന്റെ സമയവും മെനക്കേട്, നല്ലൊരു ഓട്ടം ഉണ്ടായിരുന്നു, അതും പോയി. എന്നിട്ട് ഇപ്പൊ അവസാനം വന്നപ്പോ കുറ്റം എനിക്കെന്ന് തന്നെയെന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രുതി വന്നിട്ടുണ്ട്, അതെ ഇനി ആരും ശ്രുതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, പിന്നെ ശ്രുതിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ സഹിച്ചോളാം, അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം എന്ന് പറയണം. ഓഹോ ഇപ്പൊ പേഴ്സണൽ കാര്യമായിരുന്നല്ലേ, ഇത്ര സമയം അങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞു ഇവിടെ എല്ലാരും. എന്നെ രേവതിനെയും കൂടെ നിന്നെ നോക്കാനായിട്ട് പറഞ്ഞു വിട്ടപ്പോ ഇവിടെ ആരും അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണം. ഇത് ഒരു കാര്യം പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്രമതി അടുത്തതിനോട്, അമ്മേ ഇനി എന്താണല്ലോ ശ്രുതിനെ കുറ്റപ്പെടുത്തണമെന്ന് പറയണം. എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? ശ്രുതി ഒരു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും അവനേറ്റ് ഇങ്ങനെ കുത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ സച്ചിക്ക് എപ്പോഴും അതെ ശ്രുതിനെ ഇങ്ങനെ കുറ്റം പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അതെ ഭാര്യ എന്നില്ലല്ലോ, എനിക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. തീട്ടൻ രേവതി പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, എങ്കിൽ പിന്നെ ശ്രുതി നിനക്കൊരു വാക്ക് വിളിച്ചു പറഞ്ഞാണ്ടായിരുന്നു കുഴപ്പം, ഞാൻ വീട്ടിലേക്ക് വന്നെന്ന്. അന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ തേടി അറിഞ്ഞ് നടക്കുവോ? എത്ര ദൂരം പോയെന്നറിയാവോ? സച്ചിയാണ് ഇന്ന് ഓട്ടം ഉണ്ടായിരുന്നല്ലേ, വെറുതെ പണിയും കളഞ്ഞ് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അത് മോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, ഓ പിന്നെ ഇപ്പൊ അവനെന്ന് വെച്ചാൽ വലിയ ജോലിക്ക് അങ്ങോട്ട് പോകുന്നത്, കളക്ടർ ഉദ്യോഗത്തിന് പോയതല്ലേ എന്ന് വെച്ചാ. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അമ്മേ അങ്ങനെ പറയേണ്ട കാര്യമില്ല, ഓരോരുത്തർക്കും അവരുടെ ജോലി അത്ര പ്രധാനപ്പെട്ട. പിന്നെ ശ്രുതിനെ കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് ജോലിക്കാൽ ഉപരിയായിട്ട് എന്തേലും എങ്ങോട്ട് പോയി എന്നൊരു ചിന്തയായിരുന്നു എല്ലാവരുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ അലോടെ അന്വേഷിച്ചു നടന്നേ, പക്ഷേങ്കിലും ഒന്ന് വിളിച്ചു പറയേണ്ട മര്യാദ ഉണ്ടായിരുന്നു പറയണം. ശ്രുതി പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ആരും പറയണ്ട, എന്റെ ഭർത്താവിന് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല, പറഞ്ഞു കേട്ടല്ലോ. ഇത് കേട്ട സച്ചി പറഞ്ഞു, ശരി നിന്റെ ഭർത്താവിനെ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ചേട്ടനും അനിയനാ, ഞങ്ങൾക്കതിന് സംസാരിക്കാലോ. കാരണം ചേട്ടൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനിയനാണെങ്കിലും ചൂണ്ടിക്കാണിക്കാം, ഞാൻ അത്രേ പറയുന്നുള്ളൂ, അതിന് കുഴപ്പമില്ലെന്ന് പറയാ. രവീന്ദ്രൻ പറഞ്ഞു, ഒന്ന് നിർത്തട സച്ചി, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട, കയറി പോകാൻ നോക്ക എല്ലാവരും. ഇനിയിപ്പോ ശ്രുതി വന്നല്ലോ, ഈ പ്രശ്നം ഇവിടത്തോടെ അവസാനിച്ചാരെ. അപ്പത്തേക്കും വർഷം വന്നിട്ട് പറഞ്ഞു, അത് ശരിയാ, അല്ല ശ്രുതിയുടെ കാര്യമാണ് അവരുടെ ജോലിക്കാര്യം, ഇനി ആ പ്രശ്നത്തിൽ ഇവിടെ ആരും തലയിടാൻ പോകേണ്ട കാര്യമില്ല, കാരണം അവനവന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയാ. രേവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദേ സച്ചേട്ടൻ നേരത്തെ ജോലി ഇല്ലാതെ ഇവിടെ നിന്ന സമയത്ത് ജോലി ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയത്. എന്നിട്ടോ ഇവിടെ എല്ലാവരുടെ മുന്നിലിട്ടല്ലേ അപമാനിച്ചേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേനും ഒരു പക്ഷെ ചിലപ്പോൾ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നിൽക്കും, അതിന്റെ പേരിൽ ആരും പിണങ്ങിയിട്ടോ ദേഷ്യപ്പെട്ടോ ഒന്നും കാര്യമില്ലെന്ന് പറയുകയാണ്. രേവതി എന്നോട് സച്ചോട് ബാ സച്ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ എല്ലാവരും അവരുടെ മുറിയിലേക്ക് പോവാ. ആ സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി എന്നിട്ട് കാലിലേക്ക് വീഴുവാണ്. ശ്രുതി എന്നോട് എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാന്ന്. പിന്നീട് ശ്രുതി പറഞ്ഞതേ ശ്രുതിക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, വേറെ ചതിക്കാൻ പാടില്ല, ഞാൻ എത്രമാത്രം വിശ്വസിച്ചു ശ്രുതിനെ, എന്നിട്ടാണ് ശ്രുതി എന്നോട് ഈ കാര്യം ചെയ്തേ. ഒരു വാക്ക് എന്നോട് തുറന്നു പറയായിരുന്നു, എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ട് ജോലിയില്ലാന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ശ്രുതിനെ പിടിച്ച് വിഴുങ്ങോ? ഇല്ലല്ലോ, ഒരു കാരണവശാലും ഒന്നും സംഭവിക്കത്തില്ല. നമുക്ക് ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി കിട്ടും. അത് പിന്നെ ഞാൻ കുറെ ജോലി അന്വേഷിച്ചായിരുന്നു, ഒരു ജോലി എനിക്ക് സെറ്റ് ആവത്തോണ്ടാന്ന് പറയണം. സാരമില്ല പോട്ടെ, ഇനിയെങ്കിലും നല്ലൊരു ജോലി നോക്ക്, നന്നായിട്ട് ജീവിക്കാൻ നോക്ക്, മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ചിരിപ്പിക്കാതെ. അല്ലെങ്കിൽ തന്നെ എപ്പോഴെന്ത് പറഞ്ഞാലും ആ സച്ചിക്കാണെങ്കിൽ ശ്രുതിയുടെ മേക്കിട്ട് കയറാനല്ലേ സമയമുള്ളൂ. ശ്രുതി എന്താ അതേക്കുറിച്ച് ചിന്തിക്കാത്തെ? നമുക്ക് നമ്മുടേതായ ഒരു വിലയില്ലേ, ഇത്രയും പഠിപ്പെടുന്നതുകൊണ്ട് കാര്യമുണ്ടോ? എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിലേ നമുക്ക് വിലയുള്ളൂ. അത് മാത്രമല്ല ഇങ്ങനെ കള്ളത്തരം പറയരുത്, ഞാൻ എത്രമാത്രം വിശ്വസിച്ച കൂടെ ഇരിക്കുന്നേ, വേറെ ആരോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് സത്യാവസ്ഥ എങ്കിലും തുറന്നു പറയണ്ടേ. എത്ര നാളാച്ചാ, 1-2 ദിവസമല്ലോ, 3-4 മാസമല്ലേ കള്ളത്തരം പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരുന്നേ. അങ്ങനെയൊക്കെ ഏത് ഭാര്യയെ സഹിക്കുന്നത്? ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഭർത്താവ് ഇത്രയും വലിയ നുണയം പറഞ്ഞ് തന്നെ മുന്നിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ. എനിക്ക് വേറെ പോകാൻ ഇടവില്ലാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ നിന്നേ, പക്ഷേങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കുവാനും ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, സോറി കേട്ടോ ശ്രുതി, ഇനി ഞാനങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് കൊള്ളാം, പക്ഷെ ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ ഈ ശ്രുതി പിന്നെ ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയണം. പെട്ടെന്ന് ശ്രുതി, അയ്യോ അങ്ങനൊന്നും പറയല്ല, എന്നോട് ക്ഷമിച്ചെന്ന് പറ എന്ന് പറയാണ്. പിന്നെ ഞാൻ ശ്രുതിയോട് ഈ കാര്യം തുറന്നു പറയായിരുന്നേ, അമ്മ പറഞ്ഞിട്ടാന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ട് വന്നേ. എടാ പാപി, അപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? പെട്ടെന്ന് ചന്ദ്രമതി അകത്തേക്ക് കയറി വരുവാണ്.
അല്ല പിന്നെ അത് മോളെ ഞാൻ ഇവരോട് മോളോട് പറയണ്ടെന്ന് പറഞ്ഞ മോൾക്ക് വിഷമാവെന്ന് കരുതിയിട്ടാ പറയണ്ടെന്ന് പറഞ്ഞ ഇനിയിപ്പോ മോള് വിഷമിച്ചാലോ എന്ന് ഓർത്തിട്ട് മോള് വെറുതെ തെറ്റിയിരിക്കില്ല കേട്ടോ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് ചന്ദ്രമേ തന്റെ ഭാഗം ന്യായീകരിക്കാണ്ട് ശ്രമിക്കുകയാണ്. ശ്രുതി പറഞ്ഞു ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, കഴിയാനുള്ളത് കഴിഞ്ഞെന്ന് പറയാണ്. ചന്ദ്രമേ പറഞ്ഞു എല്ലാ സച്ചി കാരണോ, സച്ചിക്കാണ് ഈ കാര്യം എല്ലാവരുടെ മുന്നിൽ വന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറയാതെ പതുക്കെ പറഞ്ഞാൽ മതിയായിരുന്നു, മോളോട് മാത്രം, അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചാൽ മതിയായിരുന്നു, ആ കാര്യം നമുക്ക് സോൾവ് ചെയ്യായിരുന്നു. പക്ഷെ അവൻ കണ്ടില്ലേ കാണിച്ച എന്താന്ന്. അവന്റെ സ്വഭാവം അങ്ങനെയാ, മോളന്ന് കാര്യമായിട്ട് എടുക്കട്ടോ കേട്ടോ എന്നൊക്കെ പറയാണ്. ഒരു വേള എനിക്ക് എന്ത് ടെൻഷൻ ആയപ്പോ എന്നറിയാം, മോളെ കാണാതെ പോയി കഴിഞ്ഞപ്പം മോൾ ഇനി എന്തെങ്കിലും കണക്കുകയും ചെയ്തോ, മോളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ എന്താ മറുപടി പറയണ്ടേ എന്നൊക്കെ ഓർത്തൊരു സമാധാനക്കേടായിരുന്നു പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു അമ്മേ ഞാൻ ഇവിടുന്ന് പോയാൽ എങ്ങോട്ട് പോകാനാ, എനിക്ക് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ, വേറെ എവിടെയും പോകാനുണ്ടോന്ന് ചോദിക്കാം. അല്ല മോളെ അത് പിന്നെ മോൾക്ക് മലേഷ്യയില് അത് പിന്നെ അതേക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലെയില്ലമ്മേ. കാരണം എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടേലും പോകാൻ പറ്റുമോ? ഈ പറയുന്ന മലേഷ്യക്കൊന്നും ഞാൻ പോകത്തൊന്നുമില്ല. എൻ്റെ ലോകവും എൻ്റെ ജീവിതവും എല്ലാം നിങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു പക്ഷേങ്കിൽ എന്തേലും ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല, ഞാൻ സുധീനെ വിളിച്ചോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് ഒരു നിമിഷം ചന്ദ്രമതി മോളെ നീ എന്തൊക്കെയാ പറയണേ? അതേമ്മേ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കത്തില്ല, ഞങ്ങൾ വേറെ എവിടെയും പോയി താമസിച്ചോളാം. കൂട്ടുകുടുംബമായിട്ട് താമസിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഒത്തിരി ആഗ്രഹമുണ്ട് എല്ലാവരുടെ ഒപ്പം താമസിക്കണമെന്ന്. പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കത്തില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു വേണ്ട മോളെ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അതൊക്കെ ഉണ്ടാകാൻ നമുക്ക് നോക്കാം. പിന്നെ എടാ സുധി ഇനിയെങ്കിലും നീ എന്തെങ്കിലും ഒരു ജോലി തപ്പി കണ്ടുപിടിക്കാൻ നോക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ വീട്ടിൽ കയറിയിരിക്കുക അല്ലെങ്കിൽ പാർക്കിലൊക്കെ പോയി അലഞ്ഞെറിഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. ഇല്ലമ്മേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല, ഞാൻ എന്തായാലും എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തോളാം എന്നൊക്കെ പറയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ സോൾവ് ആയി. പിറ്റേ ദിവസം ശ്രുതി ഒരു ഇന്റർവ്യൂവിന് പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇന്റർവ്യൂവിന് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ശ്രുതിയോട് ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം. ശ്രുതി ആകെപ്പാടെ സുധീനെ ഒന്ന് നോക്കി, ഇതെന്ത് കോലം അത്, ഇതെന്താ ഈ പാൻറ്റിന് മാച്ചാന്ന് ഷർട്ട് ഇടണ്ടെന്ന് ചോദിക്കുകയാണ്. ഇതെന്താ മാച്ചാകത്തില്ലേ, വേണ്ട ഞാൻ വേറെ എടുത്തരാന്ന് പറയാണ്. വേണ്ട ഇത് മതി, ഇത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് ദേഷ്യപ്പെടുവാണ് ശ്രുതിയോട്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ശ്രുതി ഒരു ഷർട്ട് എടുത്തു കൊടുത്തു. ഇത് നന്നായിട്ട് മാച്ചാം, ഇത് ഇട്ടുകൊണ്ട് പോകാൻ പറയാണ്. അങ്ങനെ ഇട്ടു. അതെ സോറി ഇട്ടോ ശ്രുതി, രാവിലെ ഞാൻ മൂഡ് കളഞ്ഞില്ലേ, നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നല്ല ടിപ് ടോപ്പായിട്ട് പോകണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്ന് പറയാണ്. അതെ ഈ ജോലിയെങ്കിലും കിട്ടണം അറിയാലോ, നമ്മൾ കൂടുതൽ അവിടെ നോക്കാൻ പോണ്ട, നല്ല കമ്പനിയാണ്, അപ്പം നല്ല ജോലി തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മൾ അവരെ കൂടുതൽ ഭരിക്കാൻ അങ്ങോട്ട് പോയിരുന്നാൽ മതി. ഇതേ ശ്രുതി കുറെ പഠിച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ അതും കൊണ്ട് പ്രയോജനമില്ലല്ലോ, വിദ്യാഭ്യാസം കൈവച്ചിരുന്നിട്ട് കാര്യമില്ല, അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന് പറയാണ്. ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി, പഠിപ്പുണ്ടെങ്കിൽ അതിന് മൂല്യമുണ്ട്, പക്ഷെ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്കൊരു ബഹുമാനം കിട്ടത്തുള്ളൂ, അതെനിക്ക് മനസ്സിലായ കാര്യമെന്ന് പറയണം. ശ്രുതി പറഞ്ഞു അങ്ങനെ വേണം, കാരണം ഒരു പുരുഷന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ജോലിയാണ്. ഒരു ജോലി ഇല്ലെങ്കിൽ അവന് ഒന്നും ഒരിടത്തും ഒന്നും എത്താനായിട്ട് സാധിക്കത്തില്ല. ജോലി ഉണ്ടെങ്കിൽ മാത്രം അവന് ജീവിതത്തിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാകത്തുള്ളൂ, അവനൊരു പിടിച്ചുനിൽപ്പ് ഉണ്ടാകത്തുള്ളൂ. കുടുംബത്തിൽ വില ഉണ്ടാവണമെങ്കിൽ പോലും അവനൊരു ജോലി വേണമെന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയണം. പിന്നെ ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല, കുറെ ട്രൈ ചെയ്താ, പക്ഷെ എനിക്ക് കിട്ടാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കണം. അതെ നമ്മൾ താഴ്ന്നു കണ്ടെടുത്ത് നമ്മൾ താഴ്ന്നു നിൽക്കണം, നമ്മളൊരു ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ കയറി ചെന്ന് ഭരിക്കാനല്ല, അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് അങ്ങനെ ഭരിക്കാനല്ല നമ്മൾ നോക്കണ്ടേ. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യണം, നമുക്കതിന് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അല്ലാതെ അവരെ ഭരിക്കാൻ ചെല്ലലെന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുങ്ങി ഇന്റർവ്യൂവിനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ചന്ദ്രപതി ആഹാ ഇന്റർവ്യൂവിന് പോകണമെന്ന് നിൽക്കുക. അതേമേ ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ട് വരാമെന്നൊക്കെ പറയണം. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നു. രാവിലെ തന്നെ എങ്ങോട്ടാ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതിക്ക് ഇത് കേട്ടപ്പോൾ തോന്നിയൊരു കളിയാക്കി ചോദിക്കുന്ന പോലെയാണ് തോന്നിയത്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഇന്റർവ്യൂവിന് പോവാന്ന് പറഞ്ഞു. ഇന്റർവ്യൂവിന് പോവാണോ? ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അതെന്താ അവൻ ഇന്റർവ്യൂവിന് പോകാൻ പറ്റില്ല എന്ന് ചോദിക്കുക. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് ചോദിച്ചൊന്നുമല്ല, ഒന്ന് വിഷ് ചെയ്യാന്ന് ഓർത്ത് പറഞ്ഞാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ഓഹോ അപ്പൊ ഞാനിപ്പോ വിഷ് ചെയ്യാനായിട്ട് തുടങ്ങിയതായിരിക്കും കുഴപ്പം അല്ലേന്ന് ചോദിക്കുകയാണ്. എനിക്കെന്താ എന്റെ ചേട്ടനോടൊന്നും എനിക്ക് എന്റെ ചേട്ടനൊന്നും വിഷ് ചെയ്യാൻ പറ്റുമല്ലേ, കാരണം ഇത്രയും ദിവസം പാർക്കിലൊക്കെ പോയിരുന്നല്ലേ, അപ്പൊ ഇന്ന് അവനൊരു ജോലിക്ക് പോവല്ലേ, അപ്പൊ ഞാൻ അവനൊന്ന് വിഷ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചല്ലേ എന്ന് സച്ചി ചോദിക്കുകയാണ്. ഇത് കേട്ടും ശ്രുതി പറഞ്ഞു അതെ ഞാൻ എന്തായാലും ഇന്ന് ഇന്റർവ്യൂവിന് പോകും, എനിക്ക് ജോലി കിട്ടുകയും ചെയ്യും. കിട്ടട്ടെ അങ്ങനെ വേണമല്ലോ, ഇനിയിപ്പോൾ അന്വേഷിച്ചെങ്ങാനും നിനക്ക് ജോലിക്ക് പോയിട്ട് അല്ല ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി. കാരണം അവിടെ ട്രാവൽ ഏജൻസിയിൽ 2-3 വണ്ടി കിടപ്പുണ്ട്, ഓടിക്കാനായിട്ട് ആൾക്കാരില്ലാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നീ അങ്ങോട്ടേക്ക് പോരെ, അവിടെ വന്ന് കാർ ഓടിക്കാൻ പറയാണ്, വേറെ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് അത് ക്ഷേമമായിട്ട് നാണക്കേടായിട്ടാണ് തോന്നിയത്.
പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഞാൻ കാർ ഓടിക്കാൻ വരാനാ അവിടെ. കൊള്ളാം, നല്ല കഥയാന്ന് പറയണേ. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ഓഹോ, രാവിലെ അപമാനിക്കാൻ തന്നെ സച്ചി ഇറങ്ങി തിരിച്ചിരിക്കും അല്ലേന്ന് ചോദിക്കണം. ഇതിലെന്താ അപമാനിക്കുന്നേ? ഇത് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ജോലി കിട്ടിയില്ലെങ്കിൽ, കാരണം 10-30,000 രൂപ മാസം കിട്ടും. പിന്നെ നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. രാവിലെയും രാത്രിയും പകലില്ലാന്നില്ലാതെ അധ്വാനിക്കുകയാണെങ്കിൽ നല്ലൊരു ശമ്പളം തന്നെ എല്ലാ മാസവും കിട്ടും. കാര്യങ്ങൾ നടന്നാൽ പോരെന്ന് ചോദിക്കണം. ഇത് കേട്ടത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും ചന്ദ്രമതി ഓഹോ, അപ്പൊ നിന്റെ മനസ്സിലിരിപ്പത് ഇതായിരുന്നില്ല സച്ചി, ഇവനെയും കൂടെ നിന്നെ പോലെ അങ്ങനെ കാർ ഓടിക്കാൻ ഡ്രൈവറാക്കി മാറ്റണം, ഇത്രയും പഠിച്ചവരെ. അതിലെന്താമ്മ കുഴപ്പമിരിക്കുന്നേ? പഠിപ്പുള്ള എത്രയോ ആൾക്കാർ അവിടെ ജോലി ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇതിനേക്കാളും വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ 3-4 ഡിഗ്രി ഉള്ളവരൊക്കെ വന്ന് കാർ ഓടിക്കുകയോ അല്ലാത്ത പണികളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിന് അതിൻ്റെതായ മഹത്വം കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മൾ വലിയ വൈറ്റ് കോളർ ജോബ് ചെയ്യുള്ളൂ എന്ന് മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, പിന്നെ എൻ്റെ ഭർത്താവ് നിങ്ങളെപ്പോലെയൊന്നുമല്ല, 7ാം ക്ലാസ്സും കുസ്തിയൊന്നുമല്ല. എൻ്റെ ഭർത്താവ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, കുറെ ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കാർ ഓടിക്കാൻ വിടണമല്ലെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെടുവാണ്. ഇത് കേട്ടോണ്ട് രേവതി അങ്ങോട്ട് വന്നേ. രേവതി പറഞ്ഞു, കാർ ഓടിക്കുന്നതിന് എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ട് ഏത് ജോലി നല്ലതാണ്. കാർ ഓടിക്കുന്നതിന് അതിൻ്റെതായ ഇതുണ്ട്. എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? കാർ ഓടിക്കുന്ന അത്ര ഈസി പണിയൊന്നുമല്ല. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. സച്ചി പറയാ, ചില ദിവസം പോയിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മൾ കിടക്കും. ആ സമയത്ത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നടുവും പുറവും എല്ലാം കട്ട് കഴിച്ച ഓടിക്കുന്നേ. അതിന് അതിൻ്റെതായ ഓരോ ബുദ്ധിമുട്ടുണ്ട്. അത് ചുമ്മാതെ അല്ല ഓരോ മാസം പൈസ ഇങ്ങോട്ട് എണ്ണി വാങ്ങണേ. പിന്നെ ഇത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടേതായ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഓരോ ജോലിക്കും ഓരോ ജോലിയുടേതായ മഹത്വം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആ ഒരു ജോലി ആരും പുച്ഛിക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി, അതെ, നീ നിന്റെ ജോലി അങ്ങോട്ട് ചെയ്താൽ മതി. ഒരു കാർ ഓടിക്കുന്ന ഒരുത്തം വന്നിരിക്കുന്നു, എന്നിട്ട് അവൻ വിളിക്കുന്നോ, എൻ്റെ ഇത്ര ഡിഗ്രിയുള്ള മോനെ കാർ ഓടിക്കാൻ പറഞ്ഞു, നിനക്ക് നാണമില്ലേ സച്ചിന്ന് ചോദിക്കണം. രേവതി, നിന്റെ അമ്മേ, വെറുതെ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. സച്ചേട്ടൻ കാർ ഓടിക്കുന്നുണ്ടെങ്കിൽ അതിന് പൈസയും കിട്ടുന്നുണ്ട്. ഇപ്പൊ സുധി പാർക്കിൽ പോയിരിക്കുന്നേക്കാളും ഭേദമല്ലേ? സുധിക്ക് അടി കിട്ടിയോലേ മുഖത്ത്. ഒരു ജോലിയില്ലാതെ പാർക്കിൽ പോയി കുത്തിയിരുന്ന് കടലിരുന്നേക്കാളും ഭേദമല്ലേ സച്ചേട്ടനോടൊപ്പം പോയി കാർ ഓടിക്കുവാണെങ്കിൽ? പൈസയെങ്കിലും കിട്ടൂലോ. എന്ത് ജോലി ചെയ്താലും അതിൻ്റെതായ മര്യാദ വെക്കണമെന്ന് പറയണം. രേവതിക്ക് ഇത് പറഞ്ഞ് ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ശ്രുതി പറഞ്ഞു, ഇതേ രേവതി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ നീ വരണ്ടെന്ന് പറയണം. രേവതി പറഞ്ഞു, ഞാൻ ആരുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്താനോ ഒന്നും കാര്യങ്ങൾ പറഞ്ഞല്ല, ഉള്ള കാര്യം കൂടെ തുറന്നു പറഞ്ഞതാ. പിന്നെ സച്ചേട്ടൻ ഒരു നല്ല കാര്യമോ ചെയ്തേ. ജോലി ഇല്ലെങ്കിൽ കാർ ഓടിക്കാൻ വരാനാ പറഞ്ഞ, ഇന്റർവ്യൂവിന് ജോലി കിട്ടിയില്ലെങ്കിൽ. ഇപ്പൊ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടോണ്ട രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നേ. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രമതി കൊണ്ടിരുന്നേ, നിങ്ങളുടെ മകനുണ്ടല്ലോ, നിങ്ങളുടെ മകൻ എന്തൊക്കെയാ പറയണമെന്ന് അറിയാമെന്ന് ചോദിക്കും. എന്താ അവിടെ പ്രശ്നം? എന്താ ഒച്ചപ്പാട്? ഈ താഴെ വരുമ്പോൾ തന്നെ കേൾക്കാലോ ഇവിടെ കിടന്ന് ഒച്ചപ്പാടെന്ന് ചോദിക്കണം. അത് പിന്നെ ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയതാ ശ്രുതി. അപ്പോഴാണ്ട് ഇവന് ഓരോ ഒടുക്കുകളും പ്രശ്നങ്ങളായിട്ട് ഈ സച്ചിയും കൂടെ വന്നേക്കുന്നു. ശ്രുതി വന്നിട്ട് പറഞ്ഞു, അത് ഇന്റർവ്യൂവിന് പോകാൻ തുടങ്ങുന്ന ആളുടെ മനസ്സിനെ വെറുതെ മുറിപ്പെടുത്തി വിടുക. നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പോകുന്ന ആളാ. അപ്പൊ ഇവിടുന്നേ മനസ്സ് നൊന്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ? അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വല്ല പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളെന്ന് ശ്രുതി രവീന്ദ്രനോട് പറയണേ. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ സച്ചി, നീ എന്താ അവൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് പറഞ്ഞെന്ന് ചോദിക്കാം. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാനൊന്ന് വിഷയമായിട്ട് വന്നാ, പക്ഷെ ആ സമയത്ത് അവൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയണേ. രേവതി പറഞ്ഞു, അച്ഛാ, കാര്യം എന്താന്ന് ഞാൻ പറയാം. ജോലിക്ക് പോയി ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. ഇന്റർവ്യൂ പോയിട്ട് ആ ജോലി കിട്ടിയില്ലെങ്കിൽ ട്രാവൽ ഏജൻസി കുറെ കാർ കിടപ്പുണ്ട്, ഏതെങ്കിലും ഒരു കാർ ഡ്രൈവിംഗ് അറിയാന്ന് പറഞ്ഞു ശ്രുതിക്ക്. അപ്പൊ ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഏതെങ്കിലും വന്ന് ഒരു കാർ ഓടിക്കുന്ന കാര്യമാണ് പറഞ്ഞേ. ജോലി കിട്ടുന്നോടം വരെ ആ ജോലി ചെയ്യാലോ, പൈസ കൈ കിട്ടൂലോ. അത് ഇത്ര വലിയ നാണക്കേടാൻ മാത്രം ഞങ്ങളൊന്നും പറഞ്ഞില്ല, സച്ചേട്ടനൊന്നും പറഞ്ഞില്ല അച്ഛാന്ന് പറയണം. ഇതാണ് ആ കാര്യം. ഇതിനകത്ത് ഇപ്പൊ എന്താ ചന്ദ്രൻ ഇത്രമാത്രം തുള്ളാനുള്ളതെന്ന് ചോദിക്കണം. അത് പിന്നെ ഞാന് പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അതെ, അവന് വിദ്യാഭ്യാസം ഉണ്ട്, അതൊക്കെ ശരി തന്നെ എന്നും പറഞ്ഞോണ്ട് അവന് ജോലിയുണ്ടോ? ഇല്ല. അപ്പൊ ജോലി ഇല്ലെങ്കിൽ അവന് ജോലി കിട്ടുന്നോടം വരെ അവന് ഡ്രൈവിംഗ് പണിക്ക് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അതിനകത്ത് ഒരു കുറച്ചിലും നോക്കേണ്ട കാര്യമില്ല. ഡ്രൈവർമാരിൽ എത്രയോ പേര് ഇഷ്ടംപോലെ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്. ഒരു പണി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ അടുത്ത പണിക്ക് പോവുക ചെയ്യേണ്ടതെന്ന് പറയണേ. ഇത് കേട്ടത് സച്ചു പറഞ്ഞു, ഞാനും അത്ര ഉദ്ദേശിച്ചുള്ളച്ചാ. കാരണം ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ജോലി കിട്ടിയില്ല എന്നോർത്തും വിഷമിച്ചിരിക്കുകയല്ല ചെയ്യണ്ടേ, അടുത്ത ജോലിക്ക് പോകണം, കുടുംബം പോറ്റണം. കുടുംബത്തോട് സ്നേഹമുള്ളവര് അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുന്നവര് കുടുംബം മുന്നോട്ട് പോകുന്നുള്ളവര് അക്കരെ ചെയ്യുന്നേ. അല്ലാതെ എനിക്ക് ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് പാർക്കിൽ പോയി കടല എന്നിട്ട് എന്തൊരു കാര്യമില്ല. ഞാൻ അത്രേ പറഞ്ഞോളൂ എന്ന് പറയാണ്. ഇത് കേട്ടതും ചന്ദ്രമതിക്ക് ഒന്നും സഹിച്ചില്ല. ചന്ദ്രമതി രൂക്ഷമായിട്ട് നോക്കുവാണ് സച്ചിനെയൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട്
നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം നാളത്തെ വിശേഷം എന്ന് പറഞ്ഞ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ വരാൻ പോകുന്ന ദിവസങ്ങളെ വിശേഷങ്ങളാട്ടോ. അപ്പൊ ഞാൻ പിന്നെയും പറയുന്ന ചില ആൾക്കാർക്ക് സംശയം കാണുമായിരിക്കും, ഇത്ര ആയില്ലല്ലോ കഥ, ഇതെന്താ ഇങ്ങനെയൊക്കെയെന്ന്. അപ്പൊ ഇതിനു മുമ്പ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തരുന്ന കഥ കേട്ട് നോക്കി അറിയാം. കാരണം ഇതിനു മുമ്പത്തെ വിശേഷങ്ങൾ കേട്ട് നോക്കുമ്പോൾ അതിന് തുടർച്ചയായിട്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങളായിട്ടോ അത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.